വയനാട്ടിൽ വീണ്ടും കടുവയിറങ്ങി പശുവിനെ പിടിച്ചു. വിശദാംശങ്ങളുമായി KR അനൂപ് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്നും. അനൂപ്, വയനാട്ടിൽ എവിടെയാണ് സംഭവം? എപ്പോഴായിരുന്നു? വിശദാംശങ്ങൾ. പുൽപ്പള്ളി കൊളവള്ളിയിലാണ് വീണ്ടും കടുവയിറങ്ങിയത്. 2 പശുക്കിടാങ്ങളെ ഇവിടെ കടുവ ആക്രമിച്ചു കൊന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടിയൊക്കെയാണ് ഈ സംഭവം നടന്നത്. കളപ്പുരയ്ക്കൽ ജോസഫ് എന്നയാളുടെ 1.5 വയസ്സോളം പ്രായമുള്ള പശുക്കിടാങ്ങളെയാണ് കടുവ കൊന്നത്. കൃഷിയിടത്തിൽ മേയാൻ വിട്ട പശുക്കളെ ഉച്ചയ്ക്ക് വെള്ളം കുടിക്കാൻ ഇതിന് തൊട്ട് സമീപത്തുള്ള കന്നാരം പുഴയിൽ ഇറക്കി വിട്ടപ്പോഴാണ് കടുവ പശുക്കിടാങ്ങളെ ആക്രമിച്ചത് എന്നാണ് ജോസഫ് പറയുന്നത്. ആദ്യം പിടികൂടിയ പശുക്കിടാവിനെ വലിച്ചഴിച്ച് പുഴയ്ക്ക് അക്കരയ്ക്ക് കൊണ്ടുപോയെങ്കിലും ജോസഫ് ഉൾപ്പെടെയുള്ള ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ബഹളം വെച്ചതിനെ തുടർന്ന് ഈ കടുവ ഈ പശുക്കിടാവിനെ ഉപേക്ഷിച്ചു പോയി. പിന്നീട് സമീപത്തുണ്ടായിരുന്ന മറ്റൊരു പശുക്കിടാവിനെ പിടികൂടുകയായിരുന്നു. ഈ പശുക്കിടാവിനെയും പുഴയ്ക്ക് അക്കരയ്ക്ക് കൊണ്ടുപോയെങ്കിലും വീണ്ടും ബഹളം വെച്ചതിനെ തുടർന്ന് ഈ കടുവ പിന്നീട് പിന്തിരിഞ്ഞ് വനമേഖലയിലേക്ക് കടക്കുകയായിരുന്നു. ഏതായാലും ഈ സംഭവത്തെ തുടർന്ന് വനംവകുപ്പ് പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം സ്ഥലത്തെത്തി പ്രദേശത്ത് നിരീക്ഷണത്തിനായി 3 ക്യാമറകൾ സ്ഥാപിച്ചു. അതോടൊപ്പം ഈ കടുവയ്ക്ക് വേണ്ടിയുള്ള ആ സമയത്ത് തെരച്ചിൽ നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്താനോ മറ്റു കാര്യങ്ങൾക്കോ സാധിച്ചിട്ടില്ല. ഏതായാലും വെറ്ററിനറി ഡോക്ടർ നൽകുന്ന ഒരു വാല്യുവേഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉടമയ്ക്ക് നഷ്ടപരിഹാരം നൽകുമെന്നാണ് ഇപ്പോൾ വനം വകുപ്പ് പറയുന്നത്. ഒരു ചെറിയ പ്രതിഷേധമെല്ലാം ഈ സംഭവത്തെ തുടർന്ന് മേഖലയിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു മാസം മുൻപാണ് സമീപ പ്രദേശമായ കബനിഗിരി ഗൃഹഞ്ഞൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ ഒരു വീടിനോട് ചേർന്ന തൊഴുത്തിൽ കെട്ടിയിരുന്ന പശുവിനെ കടുവ കൊന്നുവന്നത്. പുൽപ്പള്ളി നമുക്കറിയാം കടുവയുടെ ആക്രമണത്തെ തുടർന്ന് വലിയ പ്രതിഷേധങ്ങളെല്ലാം നടന്ന സംഭവമാണ്. ഈ സ്ഥലത്തിന് തൊട്ട് സമീപത്ത് വിവിധ സ്ഥലങ്ങളിൽ ഈ വിധത്തിൽ കടുവയുടെ ആക്രമണം ഉണ്ടായിരുന്നു. ഏതായാലും ഈ സംഭവത്തോടുകൂടി പ്രദേശ നാട്ടുകാർ അല്പം ആശങ്കയിലാണ്. ഈ കടുവയെ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്നാണ് ഈ പ്രദേശ നാട്ടുകാർ ആവശ്യപ്പെടുന്നത്.